ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പിച്ചള സർപ്പം, ആ പിച്ചള സർപ്പത്തെ മോശ ഉണ്ടാക്കി. ദൈവം പറഞ്ഞു, നീ അങ്ങനെ ഉണ്ടാക്കരുത്. മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഒന്നിൻ്റെയും രൂപമോ സ്വരൂപമോ അതിനെ ഉണ്ടാക്കുകയോ വണങ്ങുകയോ ചെയ്യരുത്. അങ്ങനെ കൽപ്പിച്ച ദൈവം തന്നെ ആ പറഞ്ഞ കാര്യത്തിൽ നിന്നും വിഭിന്നമായി മോശയോട് നീ ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കാൻ പറഞ്ഞില്ലേ? അപ്പൊ നമുക്ക് പിച്ചള സർപ്പത്തെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഇന്നത്തെ സ്വരൂപങ്ങളെ നമുക്ക് ഉണ്ടാക്കിക്കൂടെ? അപ്പൊ ദൈവം അവിടെ പറഞ്ഞതിന് മറ്റെന്തോ ഉദ്ദേശമല്ലേ എന്ന് ചിന്തിക്കുന്നവരായിരുന്നു പലരും. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നിക്കോദേമോസുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ, സംസാരത്തിൽ യേശു നിക്കോദേമോസിനോട് പറയുന്നുണ്ട്, മോശ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനും ഉയർത്തപ്പെടണം. അങ്ങനെ ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. എന്നാലേ നിനക്ക് സ്വർഗീയ കാര്യങ്ങളെക്കുറിച്ച് നിനക്ക് ബോധ്യം വരും. ആ ഉയർത്തപ്പെടുമ്പോൾ ഭൂമിയിലെ കാര്യങ്ങൾ നിനക്ക് മനസ്സിലാകാത്തതാണെങ്കിൽ സ്വർഗത്തിലെ കാര്യം നിനക്ക് മനസ്സിലാകത്തില്ല. ഭൂമിയിലെ കാര്യം മനസ്സിലാകാത്ത ഒരു വ്യക്തിക്ക് സ്വർഗത്തിലെ കാര്യം ഒരിക്കലും മനസ്സിലാകത്തില്ല എന്ന് വ്യക്തമായിട്ട് നിക്കോദേമോസിനോട് ദൈവം പറയുക. അപ്പൊ ഭൂമിയിൽ നടന്ന ഒരു പ്രവൃത്തി, അതെന്താണ്? പിച്ചള സർപ്പത്തെ ഉയർത്തുന്ന ഒരു കാര്യം. ആ പിച്ചള സർപ്പത്തെ ഉയർത്തിയപ്പോൾ അതിലേക്ക് നോക്കിയവർ രക്ഷ പ്രാപിച്ചു. ഈ പ്രവൃത്തിയെ നീ മനസ്സിലാക്കുന്നില്ലെങ്കിൽ, സ്വീകരിക്കുന്നില്ലെങ്കിൽ നിനക്കൊരിക്കലും രക്ഷ പ്രാപിക്കാൻ സാധിക്കത്തില്ല. കാരണം സ്വർഗീയത്തിലെ കാര്യത്തിലെ നീ അറിയത്തില്ല, നീ മനസ്സിലാക്കത്തില്ല. ഇതാണ് നിക്കോദേമോസിനോട് പറയുന്നത്. നേരെ തിരിച്ച് നമ്മൾ സംഖ്യാപുസ്തകം 21-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പം ഇവിടെ നടന്ന സംഭവം എന്താണ് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അവിടെ പറയുകയാണ്, ഇസ്രായേൽ അത്തീറം വഴി വരുന്നു, ഏദോം ചുറ്റിപ്പോകാൻ, അതിൻ്റെ 4-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ, ഏദോം ചുറ്റിപ്പോകാൻ ഹോർ മലയിൽ നിന്നും ചെങ്കടലിലേക്കുള്ള വഴി അവർ യാത്ര പുറപ്പെട്ടു. യാത്രാമധ്യേ ജനം അക്ഷമരായി. കാരണം വഴി ദൂരം, ഭയങ്കരമായിട്ടുള്ള ഏരിയകൾ. ദൈവത്തിന് മോശയ്ക്കുമെതിരെ അവർ സംസാരിച്ചു. ഈ മരുഭൂമിയിൽ മരിക്കാൻ നീ ഞങ്ങളെ ഈജിപ്തിൽ നിന്നും കൊണ്ടുവന്നത് എന്തിന്? ഇവിടെ അപ്പമോ വെള്ളമോ ഇല്ല. വിലകെട്ട ഈ അപ്പം തിന്ന് ഞങ്ങൾ മടുത്തു. നമ്മുടെ ചുറ്റുപാടും ഇതേ മേഖല തന്നെയുണ്ട്. കാരണം വിശുദ്ധ കുർബാനയെ സ്വീകരിക്കാതെ, നമ്മൾ ഈ വിശുദ്ധ കുർബാനയ്ക്ക് പ്രാധാന്യം കൊടുക്കാതെ, എൻ്റെ അടുത്തൊരു ദേവാലയമുണ്ട്, വേറൊന്നുമില്ല, യൂദാസ്ലിഹയുടെ ദേവാലയമാണ്. അങ്കമാലി അടുത്തുള്ള യൂദാ തദേവൂസിൻ്റെ ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. അവിടെ പറയുന്നത് യൂദാസ്ലിഹയുടെ ദേവാലയം തന്നെയാണ്. അവിടെ പറഞ്ഞ് ആ സ്ഥലത്തിന് പേര് യൂദാപുരം എന്നാണ്. അപ്പോൾ ഈ യൂദാപുരത്ത് ഞാൻ പണ്ട് സ്ഥിരമായിട്ട് വിശുദ്ധ കുർബാനയ്ക്ക് പോയിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ ഈ വിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പോൾ ഞാൻ സാധാരണ കൃത്യമായി വിശുദ്ധ കുർബാന തുടങ്ങുന്നതിന് 5 മിനിറ്റ് മുൻപേ അല്ലെങ്കിൽ 10 മിനിറ്റ് മുമ്പേ അവിടെ നിത്യാരാധന ചാപ്പലുണ്ട്. ആ ചാപ്പലിൽ ഇരിക്കും, പ്രാർത്ഥിച്ചിരിക്കും. അതിന് കൃത്യമായിട്ട് കുർബാന തുടങ്ങുന്ന സമയത്ത് ഞാൻ ചർച്ചിലേക്ക് വരും, അവിടേക്ക് വരും. അതിനുശേഷം കുർബാന കഴിയുമ്പോൾ ഞാൻ ഇറങ്ങുകയും ചെയ്യും. കാരണം കുർബാന കഴിയുമ്പോൾ പ്രധാനപ്പെട്ട നമ്മുടെ കച്ചവടതന്ത്രമായിട്ടുള്ള നമ്മുടെ നൊവേന പരിപാടി ഉണ്ട് അവിടെ. അപ്പോൾ ഈ നൊവേന തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും കാണുന്നൊരു കാര്യമുണ്ട്. ചില ഞങ്ങളുടെ ഇവിടുത്തെ മുതലാളിമാർ, ചേട്ടന്മാർ, പല ആളുകളുണ്ട്. ഇവർ അതുവരെ പുറത്തുനിന്ന് ഫോൺ ചെയ്യുമായിരിക്കും, ചില തിരക്കുകളൊക്കെ ആയിരിക്കും. ഈ നൊവേന തുടങ്ങുന്ന സമയത്ത് നമ്മൾ പള്ളിയിലെ കുർബാന കഴിഞ്ഞ് ഞാൻ സെൻറ്ററിൽ കൂടെ പുറത്തേക്ക് നടക്കുന്ന സമയത്ത് ഈ റോഡ് ക്രോസ് ചെയ്താൽ മെയിൻ റോഡാണ്, ഒത്തിരി വണ്ടികൾ പോകുന്ന സ്ഥലമാണ്. അപ്പുറത്ത് കാറ് പാർക്ക് ചെയ്തിട്ടൊക്കെ ഊട്ടി വരുന്ന ആളുകളെ കാണാം. അല്ലെങ്കിൽ അതുവരെ ഫോൺ ചെയ്തിരുന്ന ആളുകൾ ഫോണൊക്കെ കട്ട് ചെയ്ത് റോഡിലെ വണ്ടികളൊക്കെ മാറ്റി എങ്ങനെയെങ്കിലും ഓടി നൊവേനയ്ക്കകത്ത്. വിശുദ്ധ കുർബാനയുടെ സമയത്ത് ഇവനകത്ത് കയറാൻ ഒരു താല്പര്യമില്ല. ഈ ദൈവത്തിനോട് കൂടെ ഇരിക്കണമെന്നോ, ദൈവത്തെ സ്വീകരിക്കണമെന്നോ, യേശുവിനെ സ്വീകരിക്കണമെന്നോ, അത് വിലകെട്ട അപ്പമല്ലേ, അതിന് വലിയ പ്രാധാന്യമില്ല. പക്ഷേ വിലയുള്ളത് എന്തുവാ? നമ്മളെ അനുഗ്രഹിക്കുന്ന നൊവേന പ്രാർത്ഥനയാണ്. ഉദ്ദിഷ്ട കാര്യങ്ങൾ, അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനായ യൂദാ തദേവൂസിന് നടത്തി തരാൻ പറ്റുന്നതാണ് അവർക്ക് വിലയുള്ളത്. യഥാർത്ഥത്തിൽ ഈ ഇസ്രായേൽ ജനം ചെയ്ത അതേ പ്രവൃത്തിയാണ് ഇവരും ചെയ്യുന്നത്. കാരണം എന്താ? ദൈവത്തിൻ്റെ വരവ് വൈകിക്കൊണ്ടിരിക്കുന്നു. അനുദിനം വീണ്ടും നീണ്ടു പോകുന്നത് എല്ലാവരും മാനസാന്തരപ്പെടണം ദൈവം ആഗ്രഹിക്കുന്നുണ്ടാണ്. അപ്പൊ ദൂരം കൂടുന്നു ദൈവരാജ്യത്തിലേക്ക്, അല്ലെങ്കിൽ നമ്മളുടെ കർത്താവിൻ്റെ വരവിന് നീളം കൂടിക്കൊണ്ടിരിക്കുമ്പം അവർക്ക് അസഹ്യമായി, അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അവരെ സംബന്ധിച്ച് യേശു ക്രിസ്തു നൽകിയ സ്വർഗീയ മന്ന, ക്രിസ്തുവിൻ്റെ ശരീരരക്തങ്ങളാകുന്ന മന്ന അവർക്ക് അസഹ്യം, അവർക്ക് താല്പര്യമില്ല അതിനോട്. ഈ വിലകെട്ട അപ്പം എന്ന രീതിയിലാണ് അവരതിനെ കാണുന്നത്. വിലകെട്ട അപ്പം എന്ന് ഇസ്രായേൽ പിറുപിറുത്ത അതേ തരത്തിലാണ് അവരതിനെ കാണുന്നത്. അവരത് മാറ്റിവെക്കുന്നു, അവർക്ക് താല്പര്യമില്ല. പകരം അവർക്ക് ശ്രേഷ്ഠമായ, അവർക്ക് ഇഷ്ടമുള്ള, അവർക്ക് ആഗ്രഹമുള്ള ഒന്നിലേക്ക് അവരുടെ മനസ്സ് തിരിക്കുന്നു, ഈ പറയുന്ന മറ്റു കാര്യങ്ങളിലേക്ക്. ദൈവം ശിക്ഷിക്കാത്തവനല്ല എന്നൊരു ബോധ്യം നമുക്ക് വേണം. ഇവിടെ എന്ത് സംഭവിച്ചു? അവർ ആ പ്രവൃത്തി ചെയ്തപ്പോൾ, അപ്പോൾ കർത്താവ് ജനങ്ങളുടെ ഇടയിലേക്ക് ആഗ്നേയ സർപ്പങ്ങളെ അയച്ചു. അവയുടെ ദംശനമേറ്റ് ഇസ്രായേലിൽ വളരെ പേർ മരിച്ചു. ജനം മോശയുടെ അടുക്കൽ വന്ന് പറഞ്ഞു, അങ്ങേക്കും കർത്താവിനുമെതിരായി സംസാരിച്ച് ഞങ്ങൾ പാപം ചെയ്തു. ആ ബോധ്യമെങ്കിലും ഇസ്രായേൽ ജനത്തിനുണ്ടായിരുന്നു. അയ്യോ, ഞങ്ങൾ തെറ്റ് ചെയ്തു പോയി. നമുക്കിന്ന് അതില്ല. ഈ തെറ്റ് നിരന്തരം ചെയ്തുകൊണ്ടിരുന്നിട്ട് നമുക്ക് ഈ ബോധ്യമില്ല, ഞങ്ങൾ ചെയ്യുന്ന തെറ്റെന്താണെന്നുള്ളതിനെ കുറിച്ചൊരു ബോധ്യം ഇന്ന് നമുക്കില്ല. അതാണ് നമ്മുടെ ഏറ്റവും വലിയ സങ്കടം. എന്നാൽ ഇസ്രായേൽ ജനത്തിന് അങ്ങനെയല്ല. അവർ തെറ്റ് ചെയ്തെങ്കിലും അവർക്കൊരു ബോധ്യമുണ്ടായി, ഞങ്ങൾ തെറ്റ് ചെയ്തു. പക്ഷെ എങ്കിൽ പോലും ആ തെറ്റ് ചെയ്തു എന്ന ബോധ്യവും പ്രാർത്ഥനയും ഒറ്റയടിക്ക് അവരെ രക്ഷപ്പെടുത്തിയില്ല എന്നാണ് പറയുന്നത്.
പകരം കർത്താവ് മോശയോട് അരുളി ചെയ്തു. എന്താണ് കർത്താവ് മോശയോട് അരുളി ചെയ്തു? ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി വടിയിൽ ഉയർത്തി നിർത്തുക, ദംശനമേൽക്കുന്നവർ അതിനെ നോക്കിയാൽ മരിക്കുകയില്ല. നമുക്കറിയാം, വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ, ഇതിപ്പോൾ ഒരു കോലാണ് അല്ലെങ്കിൽ ഒരു പേനയാണ്, ഇത് ഒരു കോലാണെന്ന് നമ്മൾ വിചാരിക്കും. ഈ കോലിലേക്ക് നമ്മളൊരു പിച്ചള സർപ്പത്തെ അടിച്ചുണ്ടാക്കി ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഇതിന് ഇരിക്കത്തൊന്നുമില്ല, ഇതിന് തന്നെ ഊർന്നു പോരും താഴേക്ക്. നമ്മൾ കൃത്യമായിട്ട് റൗണ്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് താഴോട്ട് പോരും. ആ പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി ഇവിടെ ഒരു ക്രോസ് വെച്ചിട്ടാണ് നമ്മൾ ആ ക്രോസിലാണ് തൂക്കിയിടണമെങ്കിൽ അത് അവിടെ കിടക്കും കൃത്യമായിട്ട്. അപ്പം നമുക്കൊരു തെറ്റിദ്ധാരണ തന്നെ, ഈ ക്രോസിൽ കിടക്കുന്നത് ഇപ്പം എന്തുവാ? പിച്ചള സർപ്പത്താണ്. അപ്പോൾ ആ പിച്ചള സർപ്പം എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ പലരുടെയും തെറ്റിദ്ധാരണ ഈ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തപ്പെടണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പിച്ചള സർപ്പത്തെ ഉയർത്തി, പിച്ചള സർപ്പം ഇപ്പം എന്തിന്റെ പ്രതീകമാണ്? മനുഷ്യപുത്രൻ ഉയർത്തപ്പെടുന്നത്. അപ്പൊ മനുഷ്യനും, അതായത് യേശു ക്രിസ്തു സർപ്പത്തോടാണോ ദൈവം ഉപമിക്കുന്നത്? ഇതൊരു വലിയ കൺഫ്യൂഷൻ അവിടെ വരുന്നത്. യേശു ക്രിസ്തുവിനെ ഉപമിക്കുന്നത് സർപ്പത്തോടാണ്. ഒരു പക്ഷേ മോശയും ജോഷുവയും ഇതൊക്കെ വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കിയ കാര്യമായിരിക്കും. ഞാൻ എൻ്റെ ഒരു ആശയത്തിൽ ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, ജോഷുവ ചിലപ്പോൾ മോശയോട് ചോദിച്ചിട്ടുണ്ടാവും, അല്ലേ മോശെ, ദൈവം തന്നെയല്ലേ കുറച്ചു മുമ്പ് കൽപ്പന 10 എഴുതി തന്നിരിക്കുന്നത്? തൻ്റെ കൈവിരൽ കൊണ്ട് എഴുതി തന്ന കൽപ്പനയിലല്ലേ ഭൂമിയിലോ ആകാശത്തിലോ സ്വർഗത്തിലോ വെള്ളത്തിനടിയിലുള്ള ഒന്നിൻ്റെയും പ്രതിമയോ സ്വരൂപവും ഉണ്ടാക്കരുതെന്ന്. നീ ഉണ്ടാക്കുന്ന പിച്ചള സർപ്പ, അത് വേണമെങ്കിൽ പേഗൻ സിമ്പലാണ്, സർപ്പമാണ്, പേഗൻ സിമ്പലാ. അതും പിച്ചള കൊണ്ട് ഉണ്ടാക്കരുതെന്ന് പറഞ്ഞ കാര്യം നീ ഉണ്ടാക്കാൻ പറഞ്ഞിരിക്കുന്നു. മോശയോട് ജോഷു ഒരു പക്ഷെ ചോദിച്ചിട്ടുണ്ടാകാം. അങ്ങനെ ചോദിച്ചപ്പോൾ മോശ പറയാൻ സാധ്യതയുള്ളൊരു ഉത്തരം എനിക്ക് തോന്നുന്നത്, ദൈവത്തിൻ്റെ മുമ്പിൽ 2 പ്രാവശ്യം ചോദിക്കുന്ന പരിപാടി മോശയ്ക്കില്ല. മോശ പണ്ട് അങ്ങനെയായിരുന്നു, പല കാര്യത്തിലും ഞാനില്ല, അഹ്റോനെ വിട്, അങ്ങനെയൊക്കെ പറഞ്ഞ് പലപ്പോഴും ഒഴിഞ്ഞു മാറിയത്. പക്ഷെ പിന്നീട് ദൈവിക പ്രവർത്തികൾ കണ്ട് മനസ്സിലാക്കി സ്വീകരിച്ച് അറിഞ്ഞ മോശയ്ക്ക് ഒരു കാര്യം അറിയാം, ഇനി ദൈവത്തിൻ്റെ മുമ്പിൽ രണ്ടാമത്തെ ഒരു ചോദ്യം വേണ്ട. ദൈവം ഇങ്ങോട്ടൊരു കാര്യം പറഞ്ഞു, അതനുസരിക്കുക. അത് എൻ്റെ യുക്തിക്കോ എൻ്റെ ബുദ്ധിക്കോ ഒന്നും നിരക്കുന്നതെന്നായിരിക്കത്തില്ല. നമ്മുടെ യുക്തിയും ബുദ്ധിയോടെ മാറ്റിവെക്കുക. യുക്തിക്കല്ല, ദൈവിക മേഖലകൾ, ദൈവിക ചില പ്രവർത്തികൾ എൻ്റെ യുക്തിക്ക് എതിരായിരിക്കാം. അത് മോശയ്ക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് മോശ ആ പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി വടിയിൽ കുത്തി നിർത്തി. അതിലേക്ക് നോക്കിയോ രക്ഷ പ്രാപിച്ചു. ജ്ഞാനത്തിൻ്റെ പുസ്തകം പറയുന്നുണ്ട്, നോക്കിയ വസ്തുവിനാലല്ല, പിച്ചള സർപ്പം കൊണ്ടല്ല അവർ രക്ഷ പ്രാപിച്ചത്, പകരം എല്ലാറ്റിൻ്റെ ദൈവമായ ദൈവമേ അങ്ങിലേക്ക് നോക്കിയപ്പോൾ, അങ്ങ് പറഞ്ഞ വാക്ക് വിശ്വസിച്ച് അനുസരണം, ആ അനുസരണവും വിശ്വാസവുമാണ് അവരെ രക്ഷപ്പെടുത്തിയതെന്ന് ജ്ഞാനത്തിൻ്റെ പുസ്തകം നമ്മളോട് പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്തുവാ? ആദിമ സർപ്പം, പുരാതന സർപ്പം, ഈ സർപ്പം ഹൗവയെ ചതിച്ചു, ദൈവ പൈതലിനെ ചതിച്ചു, ദൈവമകനെയും മകളെ ചതിച്ചു. ഈ സർപ്പത്തിന്റെ തലയെ തകർക്കണം. അതാ ഉൽപ്പത്തി പുസ്തകം 3:15 പറഞ്ഞിരിക്കുന്നത്, സർപ്പത്തിന്റെ തലയെ തകർക്കാൻ പുത്രൻ ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വരണം. ആ വാഗ്ദാനം യേശു ക്രിസ്തുവിലൂടെ നിറവേറ്റുന്നു. സർപ്പത്തിന്റെ തലയെ തകർത്ത് യേശു ക്രിസ്തുവാണ്. പലപ്പോഴും നമ്മൾ പ്രാർത്ഥനയല്ലാണ്ട് നാരകീയ സർപ്പത്തിന്റെ തല തകർത്ത പരിശുദ്ധ കന്യകാമറിയമേ, ഇങ്ങനെ പ്രാർത്ഥനയല്ലേ അബദ്ധത്തിൽ പോകുന്ന ആളുകളുണ്ട്. നാരകീയ സർപ്പത്തിന്റെ തലയെ തകർത്ത് യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തു ഈ സർപ്പത്തിന്റെ തലയെ തകർത്തു. ആ സർപ്പത്തിന്റെ തലയെ തകർത്തത് ക്രൂശിലാണ്. അവന്റെ മരണമെന്ന ആ വലിയ മേഖലയെ ഇല്ലാതാക്കിയത് ക്രൂശിലാണ്. അവനെ പൂർണ്ണമായി പരാജയപ്പെടുത്തിയത് ക്രൂശിലാണ്. അപ്പൊ ക്രൂശാണ് വിജയം. ആ ക്രൂശിലേക്ക് നോക്കിയവനാണ് രക്ഷ പ്രാപിക്കേണ്ടത്. ഇവിടെ കാണിക്കുന്നത് ഒരു വടി, അതിനകത്തൊരു ക്രോസ്, അത് കുരിശിനെ കാണിക്കുന്നു, യേശുവിന്റെ കുരിശിനെ കാണിക്കുന്നു. സർപ്പത്തിന്റെ തലയെ തകർത്തതിനെയാണ് പിച്ചള സർപ്പത്തെ അവിടെ അടിച്ചുണ്ടാക്കിയിട്ടിരിക്കുന്നത്. അടിച്ചുണ്ടാക്കിയിട്ടിരിക്കുന്ന സർപ്പം യഥാർത്ഥത്തിൽ തല തകർക്കപ്പെട്ട, ശിരസ് തകർക്കപ്പെട്ട, പൂർണ്ണമായി നിരായുധനായ, ഒരു ആയുധവും ഇല്ലാത്ത സർപ്പത്തെ കാണിക്കുന്നു. കാരണം യേശു ക്രൂശിൽ ചെയ്ത വൻ പ്രവൃത്തിയാണ് അവിടെ കാണിക്കുന്നത്. ഇന്ന് നമ്മൾ ഈ ഒരു ന്യായീകരണം വെച്ചിട്ടാണ് വിഗ്രഹങ്ങളെ ഉണ്ടാക്കുന്നത്. കാരണം ദൈവം പിച്ചള സർപ്പത്തെ ഉണ്ടാക്കാൻ പറഞ്ഞല്ലോ. പ്രിയമുള്ള സഹോദര സഹോദരി, പിച്ചള സർപ്പത്തെ ഉണ്ടാക്കാൻ പറഞ്ഞ അതേ ദൈവം തന്നെ നെഹുഷ്താൻ എന്ന് വിളിക്കപ്പെടുന്ന ഈ പിച്ചള സർപ്പത്തെ ധൂപാർച്ചന നടത്തിയപ്പോൾ ഇല്ലാതാക്കിയത്, ഹെസക്കിയ രാജാവ് തകർത്ത് നശിപ്പിച്ച് ഇല്ലാതാക്കിയതിനെ കുറിച്ചും ബൈബിളിൽ ഉണ്ട് എന്നുള്ളത് പലപ്പോഴും അത് വായിക്കാൻ താല്പര്യമില്ലാത്തവർ അത് വിസ്മരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ ഏതെങ്കിലും വിഗ്രഹം ഉണ്ടാക്കുന്നത് ഈ പറയുന്ന പിച്ചള സർപ്പത്തിന്റെ പിന്നാമ്പുറം പിടിച്ചിട്ടാണെങ്കിൽ നീ ഉണ്ടാക്കുന്നത് പിശാചിനെയാണ്. കാരണം ദൈവം കാണിച്ചിരിക്കുന്നത് പിച്ചള സർപ്പത്തിന്റെ തലയെ തകർക്കുക എന്നുള്ളത് സർപ്പത്തിന്റെ തലയെ തകർക്കുന്ന കാര്യമാണ് കാണിക്കുന്നത്. അതിനെ പിൻപറ്റിക്കൊണ്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ, ആ പിച്ചള സർപ്പത്തെ ഉണ്ടാക്കിയതിന്റെ പിൻപറ്റിക്കൊണ്ടാണ് ഉണ്ടാക്കിയത്, നീ ഉണ്ടാക്കുന്നത് പിശാചിനെയാണ്. അത്രേ ഉള്ളൂ. അതിന് വലിയ മാറ്റമൊന്നുമില്ല. ദൈവം അത് പറഞ്ഞിട്ടില്ല ഉണ്ടാക്കാനായിട്ട്. ഇനി ഇവിടെ വരുന്ന കാര്യം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. അതായത് ജനം ഒരു ദൂരം മാത്രം മേഖല, അല്ലെങ്കിൽ എപ്പോഴും നിരന്തരം ദൈവം ചെയ്ത വൻ പ്രവർത്തികളെ ഇഗ്നോർ ചെയ്യുകയും അതിനെ പ്രാധാന്യമില്ലാതെ അതിനെ മാറ്റുകയും പകരം അവരുടെ അസഹ്യതയെ ദൈവത്തിനെതിരെ പിറുപിറുക്കാൻ അവരെ പ്രേരിപ്പിക്കും.
മറ്റു പലതിനെയും ആശ്രയിക്കണമെന്ന് അവർക്ക് തോന്നുന്നു, മറ്റു പലതിനെയും പിന്നാലെ അവർ പോകുന്നു. ദൈവത്തിൻ്റെ ന്യായവിധി അവിടെ ഇറങ്ങി വരുന്നു. അനേകരെ ആഗ്നേയ സർപ്പങ്ങൾ കൊത്തിക്കൊണ്ടുപോകുന്നു. ഒരെണ്ണത്തിനെ രക്ഷപ്പെടുത്തുമ്പോൾ അപ്പുറത്ത് വേറൊരെണ്ണത്തിനെ കൊത്തും. മരുഭൂമിയാണ്, മണലിനടിയിൽ കൂടെ ഇത് വരുന്നത്. ഇതൊരിക്കലും മുകളിൽ കൂടെ അല്ല വരുന്നത്. ജനം മുഴുവൻ കത്തിയും വാക്കത്തിയും വടിവാളും പിടിവാളും ഒക്കെ ആയിട്ട് നിന്നാൽ പോലും ഇതിനെ കാണാൻ പറ്റാത്ത രീതിയിൽ മണലിൻ്റെ അടിയിൽ കൂടെ അത് വന്ന് മനുഷ്യനെ കൊത്തിക്കൊണ്ടു പോകുന്നൊരവസ്ഥ. ഒരു തരത്തിലും മനുഷ്യനൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോഴാണ് അവർ കരയുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ ഇന്ന് പലരും ഇതേ മേഖലയിൽ തന്നെയാണ്. കുറച്ച് കാലമായി കർത്താവിൻ്റെ വരവ് വൈകുമ്പോൾ, അല്ലെങ്കിൽ ഇത്തിരി ദൂരമാകുമ്പോൾ, അയ്യോ യേശു ഒന്നും വരത്തില്ല, അങ്ങനെയൊക്കെ യേശുവിന് വരവ് അതൊന്നും ഉണ്ട് ഇല്ലേ, ഇങ്ങനെ വിശ്വാസം ത്യജിച്ച ഒരു സമൂഹമായി നമ്മൾ പലരും മാറിയോ എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുക. അവൻ വരും, അവൻ വൈകത്തില്ല. ദൂരം കുറച്ചുണ്ട്. കാനാൻ ദേശത്തേക്ക്, ദൈവരാജ്യത്തിലേക്ക് നമ്മുടെ ദൂരം അത് കൃത്യമാണ്. ദൈവത്തിന് കൃത്യമായതിനൊരളവുണ്ട്. നീ നിന്റെ പ്രവൃത്തി പൂർത്തിയാക്കുമ്പോൾ, നിന്റെ ഓട്ടം പൂർത്തിയാക്കി ജീവന്റെ കിരീടം പ്രാപിക്കുമെന്ന വിശ്വാസം നമുക്കുണ്ടാകണം. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ക്രിസ്തുവിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ജീവന്റെ കിരീടം പ്രാപിപ്പാൻ ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ. പക്ഷേ അതൊരിക്കലും പിച്ചള സർപ്പങ്ങളെ ഉണ്ടാക്കിയിട്ടോ, ഇതിൻ്റെ പിന്നാലെ പോയിട്ടോ, മറ്റു വിഗ്രഹങ്ങളുടെ പിന്നാലെ പോയിട്ടോ ആകരുത്. യേശു എന്ന ഏക സത്യ ദൈവത്തെ നോക്കിക്കൊണ്ടായിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ വീണു പോകും എന്നൊരു ബോധ്യം നമുക്ക് വേണം. നിക്കോദേമോസിനോട് പറഞ്ഞതുപോലെ തന്നെ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഉയർത്തപ്പെടുമ്പോൾ നീ നിത്യരാജ്യം പ്രവേശിക്കുവാനുള്ള എല്ലാ യോഗ്യതയും ദൈവം നിനക്ക് നൽകും. അവനിൽ വിശ്വസിക്കുക, അവനിൽ മാത്രം വിശ്വസിക്കുക. മറ്റൊന്നിലും നിന്റെ ആശ്രയം വെക്കാതെ നിന്റെ വിശ്വാസം ഏറ്റുപറയുക. ക്രിസ്തോസെൻട്രിക്കായി യേശുവിനെ മാത്രം നോക്കി മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ, ദൈവം നമ്മെ ശക്തിപ്പെടുത്തട്ടെ. അല്ലെങ്കിൽ ഈ ന്യായവിധിക്ക് നമ്മളും അർഹനാകേണ്ടി വരും എന്ന ബോധ്യം ദൈവം നമുക്ക് നൽകട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.